ശ്രീ സജീവ് ജോസഫ്. സർ, വന്യമൃഗശല്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാലോചിതവും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ഏറ്റവും നൂതനമായ ചില പദ്ധതികളുമായി ദൂരവ്യാപകമായിട്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്നത് വളരെ സ്വാഗതാർഹമാണ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഇത് സംബന്ധിച്ച് ഈ മേഖലയിലെ MLA-മാരുടെ യോഗം വിളിച്ചുകൂട്ടി വളരെ നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ട്. സർ, ഇവിടെ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ദീർഘകാലത്തേക്കുള്ള പദ്ധതികളും അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ നോക്കിക്കാണുകയാണ്. സർ, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ പോലും നമുക്ക് സമയത്ത് വിനിയോഗിച്ച് ഈ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഫെൻസിങ്, അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സംവിധാനമില്ല. അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ആളില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? അത് സംബന്ധിച്ച നടപടി സ്വീകരിക്കാമോ? സർ, തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഇതിന് ശാസ്ത്രീയമായ സൊല്യൂഷൻസ് കണ്ടെത്തുക പറ്റത്തുള്ളൂ. അത് മിറ്റിഗേറ്റ് ചെയ്യാനെങ്കിലും സാധിക്കുന്ന നിലയിലേക്ക്. അതിനിപ്പോൾ AI ടൂൾസ് ഉണ്ട്. അതെല്ലാം കൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇൻ്റഗ്രേറ്റഡ് കോൺഫ്ലിക്റ്റ് സോൺസിൽ 3 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ലെയർ AI ടൂൾസ് ഉപയോഗിക്കുക, സെക്കൻഡ് ലെയർ ഹാങ്ങിങ്, തേർഡ് ലെയർ ബൃഹത്തായ, അത് ഹൈ കോൺഫ്ലിക്റ്റ് ആന സ്ഥിരമായി ഇറങ്ങുന്നെന്ന് ബോധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് ചെയ്യാം. പക്ഷെ അത് വല്ലാത്ത എക്സ്പെൻസീവായിട്ടുള്ള ഒരു സംവിധാനമാണ് ആ കാര്യങ്ങൾ. പിന്നെ ഓരോന്നിനും സർ ആനയുടെ കാര്യത്തിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂടുകളാണ് അത്. പക്ഷേ തേനീച്ചക്കൂടുകളിലൂടെ വെച്ച് വരുമ്പം തേനീച്ചയെ വെച്ച് കഴിഞ്ഞാൽ നേരെ കരടി വരും സർ, അല്ലെങ്കിൽ ഇത് ഹണി ബാഡ്ജർ എന്ന് പറയുന്ന കൃഷി നശിപ്പിക്കുന്നവരും. അന്നേരം ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത്, മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, അത് ഒന്ന് പഠിച്ചു. ഒരു മോഡലിൽ AI ടൂൾസ് വെച്ച് ഈ തേനീച്ചയുടെ ബസ്സിങ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആനയെ വരട്ടി ഓടിക്കുന്നത്. 2 തവണ ആന ഓടി സർ. പിന്നെ ആനയ്ക്ക് മനസ്സിലായി, നേരെ വന്ന് ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് AIയും പോയി, ടൂൾസും പോയി, എല്ലാം പോയി, ആന ഇപ്പുറത്തിറങ്ങി. അതുകൊണ്ട് ഇതൊന്ന് സ്റ്റഡി ചെയ്ത് ഇൻ്റഗ്രേറ്റ് ആയിട്ട് ചെയ്യാനൊക്കത്തുള്ളൂ സർ.